എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കാത്തത്? ഇത് നമ്മൾ ദൈവവചനത്തിലൂടെ കാണുകയാണ്. ഇത് ഒരു മനുഷ്യന്റെ അഭിപ്രായമല്ല, ദൈവം നമുക്ക് കാണിച്ചു തന്ന ഒരു സത്യമാണ്. ഈ സത്യം നമ്മൾ സ്വീകരിച്ച്, ഇത് നമ്മൾ എളിമയോടുകൂടി ഇത് സ്വീകരിച്ച്, ഇത് അംഗീകരിച്ച് ഈ വചനങ്ങൾ അനുസരിക്കുമ്പോൾ നമുക്ക് മോചനം കിട്ടുന്നു. ഇന്ന് അടഞ്ഞു കിടക്കുന്ന എൻ്റെ നാവുകള്, യേശുവിനെ സ്തുതിക്കാതിരുന്ന വർഷങ്ങള്, ഇത്രയും നാള് ഞാൻ യേശുവിനെ പ്രഘോഷിക്കാതെ, യേശുവിനെ സ്തുതിക്കാതിരുന്ന എൻ്റെ നാവ് അഴിയുവാൻ തുടങ്ങും. എനിക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ തികവിൽ നിന്നും യേശുവിനെ അനുഭവിച്ചുകൊണ്ട് എനിക്ക് സ്തുതിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കാത്തത് ഒന്ന് കാണാൻ പോവുകയാണ്. ഞാൻ വചനം എടുത്ത് കാണിക്കുന്നതിന് മുമ്പായിട്ട്, സ്വർഗത്തില് ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അനേകം മാലാഖമാരെ സൃഷ്ടിച്ചിരുന്നു. അതില് ഏതാനും പ്രധാന മാലാഖമാരുണ്ട്. നമുക്ക് ചിലരുടെയൊക്കെ പേരറിയാം. മിഖായേൽ മാലാഖ, റാഫേൽ മാലാഖ, ഗബ്രിയേൽ മാലാഖ. ആ കൂട്ടത്തില് ഒരു മാലാഖയായിരുന്നു ലൂസിഫർ മാലാഖ. ലൂസിഫർ ഒരു പ്രധാന മാലാഖയായിരുന്നു. ഈ പ്രധാന മാലാഖയ്ക്ക് ദൈവം പ്രത്യേക ഒരു ദൗത്യം കൊടുത്തിരുന്നു. ഓരോ പ്രധാന മാലാഖമാർക്കും പ്രത്യേക ദൗത്യമുണ്ട്. അതിൽ ലൂസിഫർ എന്ന പ്രധാന മാലാഖയ്ക്ക് ദൈവം കൊടുത്ത പ്രത്യേകം ഒരു ദൗത്യമാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. ദൈവസ്തുതി, ആരാധന, അതിനുള്ള പ്രത്യേകമായ അഭിഷേകം കൊടുത്തിരുന്നത് ലൂസിഫറിനാണ്. അതിനുവേണ്ടി ദൈവവചനത്തിലൂടെ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. ദൈവം ലൂസിഫറിന് പല സംഗീത ഉപകരണങ്ങൾ കൊടുത്തു. മലയാളം ബൈബിളിൽ വരുമ്പോൾ എല്ലാ സംഗീത ഉപകരണത്തിൻ്റെയും പേരില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ, ജെറൂസലം ബൈബിൾ എടുത്ത് വായിച്ചാൽ ഞാൻ പറയുന്ന ഒരുപാട് സംഗീത ഉപകരണങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ലൂസിഫറിന്റെ കയ്യിലാണ് ദൈവം സംഗീതത്തിന്റെ വരം കൊടുത്തത്. സംഗീതം എന്നുള്ളത് ദൈവം സൃഷ്ടിച്ചതാണ്. സംഗീതം ദൈവം സൃഷ്ടിച്ചതാണ്. ആ സംഗീതത്തിനുള്ള വരം ദൈവം കൊടുത്തതാണ്. ലൂസിഫർ എന്ന പ്രധാന മാലാഖായി കൊടുത്ത. അതുകൊണ്ട് തന്നെ ലൂസിഫറിന് ഗാനങ്ങൾ രചിക്കുവാനും ആ ഗാനങ്ങൾക്ക് ഈണം പകരുവാനും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗാനങ്ങൾ പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ ലൂസിഫർ തന്നിലേക്ക് തന്നെ നോക്കി, ദൈവം അവനെ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ട് ഉടുപ്പിച്ചു. ഇതൊക്കെ ഇപ്പോൾ വായിക്കുവാൻ പോയാൽ നമ്മളുടെ സമയം തീർന്നു പോകും. എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിയിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തതാണ് ലൂസിഫറിന്. അതുകൊണ്ട് ഈ ലൂസിഫർ അഹങ്കരിച്ചിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ പോലെ ആകണം, എനിക്ക് ഉന്നതങ്ങളിൽ കയറണം, ദൈവത്തിന്റെ മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിച്ച് ഞാൻ ദൈവമാകണം. അങ്ങനെ ദൈവത്തിന് വിധേയപ്പെടാതെ അവന് ദൈവമാകാനുള്ള ആഗ്രഹം കൊണ്ട് അവനെ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളി. അങ്ങനെ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളിയപ്പോൾ അവന്റെ കൈവശം ദൈവം കൊടുത്ത ഒരു വരമുണ്ട്, സംഗീതം. അതുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. വെളിപാടിന്റെ 12-ാം അധ്യായത്തില് 9-ാമത്തെ വാക്യത്തിൽ വായിച്ച നമുക്ക് കാണാം, ഈ ലൂസിഫർ സ്വർഗത്തിൽ നിന്നും വലിച്ചെറിഞ്ഞപ്പോൾ അവൻ ഭൂമിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വസിക്കുന്ന ഈ സ്ഥലത്താണ് അവൻ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവന്റെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധം സംഗീതമാണ്. ഹല്ലേലൂയ. സംഗീതത്തിന് വലിയ ഒരു ശക്തിയുണ്ട്. സംഗീതം ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാം, തിന്മയിലേക്ക് നയിക്കാം. ഇതേക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടെലിവിഷനിൽ അനേകം ചാനലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. സംഗീതം മനുഷ്യനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കും, സംഗീതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. ഇവിടെ ഉള്ള സംഗീതം നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നു, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നയിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നു. ചില സംഗീതം നമ്മളെ പാപം ചെയ്യുവാനായിട്ട് നയിക്കും, മനുഷ്യനിലുള്ള വികാരങ്ങൾ ഉണർത്തും, അവനിലുള്ള ജഡികത ഉണർത്തും, അവനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ സഹായിക്കും. ചില സംഗീതം മനുഷ്യനെ ആക്രമാസക്തിക്ക് വിധേയനാക്കും. അപ്പൊ സംഗീതത്തിനൊരു ശക്തിയുണ്ട്. ആ സംഗീതം ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും ആ സംഗീതത്തിന്റെ വരം ദൈവം കൊടുത്തതാരുടെ കയ്യില? ലൂസിഫറിന്റെ കയ്യില്. എന്തിനു വേണ്ടി? അവൻ സദാസമയം ആ സ്വർഗത്തിലുള്ള സകല മാലാഖമാരെയും വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയില് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും വേണ്ടിയാണ് അത് കൊടുത്തത്. അവനാണ് ദൈവത്തിനെതിരെ കടന്നു ചെന്ന് ദൈവത്തോട് ശത്രുത കാണിച്ച് അവനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നത്. ഇന്ന് അവൻ ഇവിടെ ദൈവമാകാനുള്ള പരിശ്രമമാണ്.
ഹല്ലേലൂയ. നമുക്ക് ഏതാനും വചനങ്ങളൊന്ന് വായിക്കാം. യെശയ്യായുടെ 14 അധ്യായം, യെശയ്യ 14, 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ലൂസിഫറിനെ കുറിച്ചാണ് പറയുക. വായിക്കാം. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുമുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഉന്നതമായ മേഘങ്ങൾക്കു മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ഇതാ 5 പ്രാവശ്യം അവൻ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഞാൻ. ഈ ഞാൻ എന്നുള്ള ആ ഒരു സ്വാർത്ഥപരമായ ചിന്ത നമ്മളെ ഒന്ന് പരിശോധിച്ചാൽ കാണാം. നമുക്കൊക്കെ ഒരുപാട് സ്വാർത്ഥതയുണ്ട്. ഞാൻ എന്നുള്ള ചിന്ത ഇല്ലാത്ത ഏതെങ്കിലും മനുഷ്യനോട് ഈ ഞാൻ എന്നുള്ള ചിന്ത തന്നെ എവിടുന്നാ വന്നത്? ദൈവത്തിന് കീഴ്പ്പെടാൻ ഉള്ള സമ്മതമില്ലായ്മ. ഞാൻ എന്തോ ആകണം, ഞാൻ ഉന്നതത്തിൽ കയറണം, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിലുപരി സ്ഥാപിക്കണം, എനിക്ക് ദൈവമാകണം ഞാൻ. ഇതുകൊണ്ടാണ് എന്താ പാപമെന്ന് ചോദിച്ചാൽ ഈ ഞാൻ എന്ന ഭാവം. ഈ ഒറ്റ കാരണത്താലാണ് അവനെ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളിയത്. യൂദാസിന്റെ ലേഖനം 6-ാമത്തെ വാക്യം, വെളിപാടിന് മുമ്പുള്ളൊരു പുസ്തകം. യൂദാസ് കറിയാത്തോസ് അല്ല, യൂദാസ് എഴുതിയ ലേഖനം 6-ാമത്തെ വാക്യം ഈ ലൂസിഫറിനെ പറ്റി പറയുന്നുണ്ട്. സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ. സ്വന്തം നിലം മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. ഇവരുടെ കാര്യമാണ്. ഈ ലൂസിഫറിന്റെ കൂടെ അവന്റെ കീഴിലുണ്ടായിരുന്ന മാലാഖമാർ മുഴുവനും ദൈവത്തിനെതിരെ വന്നപ്പം അവർ സ്വന്തം നില മറന്നു. അവരെയാണ് പുറത്താക്കിയത്. നമുക്ക് എസീക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം, എസീക്കിയേൽ പ്രവാചകൻ 28-ാം അധ്യായം 13 തൊട്ട് 19 വരെ അവിടെ കാണാം ഈ ലൂസിഫറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സംഗീത ഉപകരണങ്ങൾ ഏതാനും കാണാം. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ലൂസിഫറിനോട് പറയുക, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിന്റെ വിശുദ്ധ ഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. വ്യാപാരത്തിന്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവൽ നിന്ന കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്റെ മഹിമയ്ക്കായി ദൈവം കൊടുത്ത ജ്ഞാനത്തെ നീ ദുരുപയോഗിച്ചു. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു. രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ നിർത്തി. മതി, നമുക്ക് അവിടെ നിൽക്കാം. അപ്പൊ ഇതാണ് ലൂസിഫറിന് ഉണ്ടായിരുന്ന സ്ഥാനം എങ്ങനെ പോയി എന്നുള്ള വിവരണം. അവന്റെ കയ്യില് വാദ്യഘോഷം ഉണ്ടായിരുന്നു, തമ്പുരമുണ്ടായിരുന്നു, പുല്ലാങ്കുഴലുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഗിത്താറ്, വീണ എന്നിവ പോലെയുള്ള സംഗീത ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ഒരു സംഗീത സംവിധായകനായിരുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ മനോഹരമായ ഭക്തി നിറഞ്ഞ ഗാനങ്ങൾ രചിച്ച് അതിനീണം പകർന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. അത് ദൈവം കൊടുത്തതാണ്.